കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഭാഗമായുള്ള രഥപ്രയാണം തുടരുന്നു. മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിൽ നിന്നാണ് തേരെഴുന്നള്ളത്ത്. രഥാരോഹണത്തിന് ശേഷം പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് പ്രയാണം അവസാനിക്കും. വിവരങ്ങളുമായി കൽപ്പാത്തിയിൽ നിന്ന് ആയിഷത്തുൽ ഷംന ചേരുകയാണ്. ഷംന, ഏതുവരെ എത്തി രഥപ്രയാണം? തേരുത്സവത്തിന്റെ രണ്ടാം ദിനമായ ഇന്നും വലിയ തിരക്ക് തന്നെയാണ് കൽപ്പാത്തിയിൽ അനുഭവപ്പെടുന്നത്. എന്തായാലും രാവിലെ 10:30 തന്നെ രഥാരോഹണം ഇന്ന് നടന്നു. പുതിയ കൽപ്പാത്തി മന്തക്കര മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഇന്ന് ഈ രഥാരോഹണവും ഒപ്പം തന്നെ പ്രദക്ഷിണമൊക്കെ നടക്കുന്നത്. ഇപ്പോൾ പുതിയ കൽപ്പാത്തിയുടെ മധ്യഭാഗത്ത് നിർത്തിയിട്ടിരിക്കുകയാണ് ഈ തേര്. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ കൽപ്പാത്തി തേര് സംഗമം നടക്കുന്ന ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രത്തിൽ ഈ തേര് അങ്ങോട്ടേക്ക് വലിക്കും. എന്തായാലും വലിയ തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടുന്നു എന്നതാണ് കാഴ്ച. നമുക്ക് ഇന്നലെയൊക്കെ ഈ തേരുത്സവത്തിന്റെ ആദ്യ ദിനമായ ഇന്നലെ വലിയ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത്. ആയിരങ്ങൾ പല ഭാഗത്ത് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരങ്ങൾ എത്തി. 100 കണക്കിന് പേരാണ് തേര് വലിച്ചിരുന്നത്. സമാന രീതിയിൽ തന്നെ ഇന്നും വലിയ തിരക്കുണ്ട്. ഇത് വൈകിട്ടോട് കൂടി ആവുമ്പോഴേക്കും ഇനിയും ഈ തിരക്ക് വർദ്ധിക്കുമെന്നാണ് കാണിച്ചത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഇത്തവണത്തെ തേരുത്സവം? കഴിഞ്ഞ വർഷത്തേക്കാൾ നല്ല തിരക്കുണ്ട് ഇപ്രാവശ്യം. അതുമല്ല, ഏകദേശം പാലക്കാടിന്റെ ഉത്സവങ്ങളെല്ലാം തുടക്കം കൂടിയാണ് ഇത്. ഏകദേശം ഈ ചൂട് വക വെച്ചിട്ട് ഈ ഉച്ച നേരത്തും ഇന്ന് ഇത്രയ്ക്ക് തിരക്കാണെങ്കിൽ നാളെ ഇതിനെക്കാട്ടി നല്ല തിരക്കായിരിക്കും പാലക്കാട്. നല്ല രസമുണ്ട്. ഇവിടെ കുറെ സദ്യയൊക്കെ വളർന്നുണ്ട്. സദ്യ സൂപ്പറാണ്. വളരെ നല്ലൊരു ഉത്സവമായിരുന്നു കൽപ്പാത്തി തേര്. നന്നായിട്ടുണ്ട്. അത് തന്നെയാണ് ഇതില്ല. ഈ സംസ്ഥാനത്തിന്റെയൊക്കെ വിവിധ മേഖലകളിൽ നിന്ന് കുട്ടികളും ചെറിയ ആളുകളും മുതിർന്നവരൊക്കെ ഈ തേരുത്സവം കാണാൻ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ജാതി മതഭേദമന്യേ എല്ലാവരും ഒത്തുകൂടുന്ന പാലക്കാട്ടുകാരുടെ ഒരു ഉത്സവം കൂടിയാണ്. എന്തായാലും ഈ വർഷം മുഴുവൻ അമ്പലങ്ങളിലെത്തി ഈ ദൈവങ്ങളെ കാണുന്ന ഒരു ഭക്തർക്ക് അവർക്ക് നേരിട്ടെത്തി, വർഷത്തിലൊരിക്കൽ നേരിട്ടെത്തി അവരുടെ അഗ്രഹാരങ്ങളിലും അവരുടെ വീതികളിലും ഗ്രാമങ്ങളിലും ഒക്കെ എത്തി അനുഗ്രഹം നൽകുക എന്നൊരു വിശ്വാസം, അങ്ങനെ ഒരു സങ്കല്പം കൂടിയുണ്ട് ഈ തേരുത്സവത്തിന് പിന്നിൽ. അങ്ങനെ ദേവീദേവന്മാർ കുടുംബസമേതം അവരുടെ അഗ്രഹാരങ്ങളിലെത്തി അനുഗ്രഹം നൽകുന്നു എന്നതാണ് ഈ തേരുത്സവം. എന്തായാലും നാളെയാണ് ഈ തേരുത്സവത്തിന്റെ സമാപ്തി. അതായത് എല്ലാ തേരുകളും ഒരുമിച്ച് സംഗമിക്കുന്ന ഒരു ദിവസം, മഹാ തേരുത്സവം, അത് നാളെയാണ്. നാളെ ഈ പഴയ കൽപ്പാത്തിയിലും ചാത്തപുരം ക്ഷേത്രത്തിലുമൊക്കെ രഥാരോഹണം നടക്കും. ത്രിസന്ധിയിലായിരിക്കും ഈ സംഗമം ഉണ്ടാകുക. എന്തായാലും വലിയ ഒരു തിരക്ക് അത് കൽപ്പാത്തിയുടെ നഗരങ്ങളിൽ ഈ അഗ്രഹാരങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ദിൽന, നാളെ നടക്കുന്ന മഹാ തേരുത്സവത്തിനുള്ള ഒരുക്കത്തിലാണ് കൽപ്പാത്തി. ആയിഷത്തുൽ ശർമ്മ വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.